കോമഡിയൻ അല്ലെങ്കിൽ മിമിക്രിക്കാർ അങ്ങനെയൊന്നും പറയരുത്, ഉപയോഗിക്കാനേ പാടില്ല. ആക്ടേഴ്സ്, അഭിനയിക്കുന്ന ആൾക്കാർ, അങ്ങനെയാണ് പറയേണ്ടത്. എനിക്കിപ്പോൾ എന്തോ നല്ല ഭാഗ്യമായതുകൊണ്ട് ഞാൻ ഒച്ച ഉണ്ടാക്കാതിരുന്നതാണ്. ഒരു കോമഡിയൻ എന്ന് പറഞ്ഞ ഒരു ലൈൻ, മിമിക്രിക്കാരെന്ന് പറഞ്ഞ ലൈൻ, ഡാൻസ് ചെയ്യുന്ന ഒരു ലൈൻ, അഭിനയിക്കാൻ മാത്രം വലിയ ആൾക്കാർ, അതാരും അങ്ങനെയൊന്നുമില്ല. ഉടനീളം തമാശയുള്ള ഒരു മൂവിയാണ്, തമാശയിലൂടെ കഥ പറയുന്ന മൂവിയാണ്. അപ്പൊ ചേട്ടൻ ഈ സിനിമയിൽ ഇഷ്ടമുള്ള കൊമേഡിയൻസ് ആരൊക്കെയാണ്? ഈ പടത്തിലാണോ മൊത്തം ഇൻഡസ്ട്രിയിലാണോ? മൊത്തം ഇൻഡസ്ട്രിയിൽ. എനിക്ക് ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുരാജ് തന്നെ. ഈ പടത്തിലല്ല, ചേട്ടൻ പണ്ട് തൊട്ടേ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോമഡിയൻ എന്നുള്ളൊരു വേർഡൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ചീത്ത പറയും. കോമഡിയൻ എന്താണ് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാനുള്ള. ആക്ടേഴ്സ് അല്ലേ, ഏറ്റവും ബെസ്റ്റ് ആക്ടേഴ്സിന് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ആരാണ് അല്ലേ, അതല്ലേ ചോദ്യം. എനിക്ക് മാമുക്കോയ സാറ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. ശങ്കരാടി സാറ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറ്, ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, തിലകൻ സാറ്, പിന്നെ നമ്മുടെ ആലപ്പുഴ നെടുമുടി വേണു ചേട്ടൻ. എനിക്കൊരു എന്താ പറയുക, ഇവരൊന്നും കോമഡിയനല്ല കേട്ടോ, പക്ഷേ ഇവർ അഭിനയിച്ച അതാണ്. ഈ കോമഡിയൻ അല്ലെങ്കിൽ മിമിക്രിക്കാർ അങ്ങനെയൊന്നും പറയരുത്, ഉപയോഗിക്കാനേ പാടില്ല. ആക്ടേഴ്സ്, അഭിനയിക്കുന്ന ആൾക്കാർ, അങ്ങനെയാണ് പറയേണ്ടത്. എനിക്കിപ്പോൾ എന്തോ നല്ല ഭാഗ്യമായതുകൊണ്ട് ഞാൻ ഒച്ച ഉണ്ടാക്കാതിരുന്നതാണ്. എനിക്ക് ഗുണമായിട്ട് എന്നെ ഒന്ന് കുറച്ച് അഭിനയത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നത് നെടുമുടി വേണു ചേട്ടനും തിലകൻ സാറുമാണ്. ഞാനൊരു പടം ചെയ്യുമ്പോൾ എനിക്ക് പുള്ളി ആ സമയം ഒത്തിരി പ്രായമായിട്ടുണ്ടായിരുന്നു തിലകൻ സാറ്. അപ്പോൾ നമ്മൾ പൊസിഷനിൽ കൊണ്ട് ഇരുത്തിയിട്ട് പുള്ളി അങ്ങോട്ടും മാറില്ല. അപ്പോൾ ഞാനും പുള്ളിയുടെ കൂടെ അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്ന് ആ പുള്ളി ഇങ്ങനെ അഭിനയിക്കുന്ന കുറേ ക്ഷത്രിയങ്ങളിൽ അഭിനയിക്കും തമിഴ് പടത്തിൽ, അതൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കുറച്ച് ടെക്നിക്ക് എന്നോട് പറഞ്ഞു തന്നു, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ചേട്ടൻ ഈ തമാശകൾ കേട്ട് പൊട്ടിച്ചിരിക്കാറുണ്ടോ? ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കും. കൂട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ബന്ധങ്ങളില്ലല്ലോ ഇപ്പോൾ. തമാശ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ തമാശ. ചില ആൾക്കാർ നമ്മൾ അഭിനയിപ്പിച്ച് നമ്മളെ കരയിപ്പിച്ച് കളയും, ചില ആൾക്കാർ നമ്മൾ അഭിനയിപ്പിച്ച് ചിരിപ്പിച്ച് കളയും. പക്ഷെ അൾട്ടിമേറ്റ്ലി എല്ലാവരും ആക്ടേഴ്സാണ്. ഒരു കോമഡി എന്ന് പറഞ്ഞ ഒരു ലൈൻ, മിമിക്രിക്കാരെന്ന് പറഞ്ഞ ലൈൻ, ഡാൻസ് ചെയ്യുന്ന ഒരു ലൈൻ, അഭിനയിക്കാൻ മാത്രം വലിയ ആൾക്കാർ, അതാരും അങ്ങനെയൊന്നുമില്ല അല്ലേ. തിലകൻ സാറും ഒടുവിൽ സാറും ഈ പറയുന്ന സാറന്മാരൊന്നും ഇല്ലെങ്കിൽ സ്റ്റാർസ് പോലും ഇല്ല. അതാണ് എൻ്റെ സത്യത. അതേപോലെ തെക്ക് വടക്കില് തമാശയുടെ എസൻസ് ഉണ്ടെങ്കിലും രണ്ട് ആൾക്കാരുടെ പോരും യുദ്ധമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ കഥയുടെ ആ യുദ്ധ തന്ത്രം എന്താണ്? ലൈക്ക് ക്യാരക്ടേഴ്സിന് മൂവ് ചെയ്യുന്ന ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പേരെന്തപ്പാ ദേവ് വന്നപ്പോൾ ദേവുവിനൊരു രണ്ട് ചോദ്യം ദേവുവിൻ്റെ മനസ്സിലുണ്ട്. വേണോ വേണ്ടേ, ചെയ്യണോ ചെയ്യണ്ടേ. വിനായകനാണ്, പരാന്തരാണ്, ഇയാളുടെ കൂടെ പോയിരുന്ന് ഇൻ്റർവ്യൂ ചെയ്ത വല്ലതും വിളിച്ച് പറയോ, അങ്ങനെ ഒരു രണ്ട് ചോദ്യം മനസ്സിലുണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇതിനാണ് യുദ്ധം എന്ന് പറയുന്നത്. മനസ്സിലാകണ്ട, ജീവിതം യുദ്ധമാണ്, വേണോ വേണ്ടേ, അത് തന്നെയാണ്. അത് ഈ പടത്തിലോട്ട് രണ്ട് വ്യക്തികളിലോട്ട് വന്നിട്ടുണ്ട്. അതായത് മാധവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിലോട്ടും ശങ്കുണ്ണി എന്ന് പറഞ്ഞ രണ്ട് വ്യക്തിയിലോട്ടും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരാൾ ഇംഗ്ലീഷ് പറയുമ്പോൾ മറ്റുള്ളവർ സംസ്കൃതം പറയുന്നു, ഒരാൾ കരാട്ടെ പഠിക്കുമ്പോൾ മറ്റാൾ കളരി പഠിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ വോറ് ഇതിലുണ്ട് പടത്തിൽ. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും ഫണ്ണായിട്ടുള്ള ഏരിയ. ഒരു റിട്ടയർഡ് റിട്ടയർഡ് KSEB എഞ്ചിനീയർ, ആ വേർഡ് ഉപയോഗിക്കണം, റിട്ടയർഡ് KSEB എഞ്ചിനീയർ, കണക്കറിയാവുന്ന മനുഷ്യൻ അല്ലേ. അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഒരു സാധാരണ ജീവിതത്തിൽ. അപ്പൊ എന്ത് എക്സ്പീരിയൻസ് എന്തായിരുന്നു ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി എന്താണ് തോന്നിയത്? അതായത് ഈ മാധവനെ പോലെയുള്ള ആൾക്കാരോ? അതെ, മാധവനെ പോലുള്ള. അതെ, കാരണം യുദ്ധം എന്ന് പറയുന്ന സാധനം മനസ്സിലുണ്ട്. ഞാൻ ഇതിലെ യുദ്ധം, പക്ഷെ മാധവന്റെ കയ്യിലുള്ള വന്നത് ഞാൻ പറഞ്ഞ സിംഗിൾ യുദ്ധമല്ല, മാധവന്റെ മനസ്സിൽ മാത്രമുള്ളൊരു യുദ്ധമല്ല. ഈ യുദ്ധം ശരിക്കും മാധവനും ശങ്കുണ്ണിയും തമ്മിലുള്ള രണ്ട് വ്യക്തികളിൽ തന്നെ യുദ്ധം നടക്കും. നമ്മൾ സാധാരണ ഇപ്പോൾ എന്താ പറയുക, ഇസ്രായേലും ഹമാസും കൂടി യുദ്ധം പോലെ രണ്ട് വ്യക്തികളാണ്, അങ്ങനെയാണ്.